അപ്പോൾ 1 ലിറ്റർ കുപ്പിയിൽ ഒഴിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ 153 രൂപ പോയിന്റ് കാണിക്കുന്നു, റീഡിങ്ങിൽ കാണിക്കുന്നു. അപ്പം ഞാൻ നിർത്താൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള പോയിന്റുകൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചുള്ള ചീറ്റിംഗ് നടക്കുന്ന ആകെ കിട്ടിയ എണ്ണ ഇതാണ്, 1 ലിറ്റർ പോലും ഇല്ല. ഇതിപ്പം വണ്ടിയിൽ അടിച്ചു പോകുന്ന ഒരുപാട് പേര് ഇതിനകത്ത് അകപ്പെട്ടു പോകുന്നുണ്ട്. വഴിയിൽ വണ്ടി കിടക്കുന്നു, വണ്ടി കുറ്റപ്പെടുത്തും, മൈലേജ് ഇല്ല എന്ന രീതിയിൽ. 200 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ വന്നതാണ്. എൻ്റെ സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാൻ പറഞ്ഞ് ഞാൻ സ്കൂട്ടർ തുറന്നു കൊടുത്തു. 200 രൂപയ്ക്ക് അടിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ കുപ്പി എടുത്ത് കാണിച്ചിട്ട് കുപ്പിയിൽ അടിച്ചതിന് ബാക്കി പെട്രോൾ ബൈക്കിലോട്ട് ഒഴിക്കാൻ, സ്കൂട്ടറിലോട്ട് ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ 1 ലിറ്റർ കുപ്പിയിൽ ഒഴിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ 153 രൂപ പോയിന്റ് കാണിക്കുന്നു, റീഡിങ്ങിൽ കാണിക്കുന്നു. അപ്പം ഞാൻ നിർത്താൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ നിർത്താൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ ബില്ല് എടുത്ത് ചോദിച്ചപ്പോൾ ബില്ലിനകത്തും 153 രൂപ 1 ലിറ്ററിന് കാണിക്കുന്നു, 153 രൂപ 18 പൈസ. അത് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ധിക്കാരപരമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാനേജർ ഇറങ്ങി വരികയും ചെയ്തവരെല്ലാം സാക്ഷിയാണ്. സാധാരണ എല്ലാവരും അർജൻറ്റായിട്ട് വരുന്നു, പെട്രോൾ അടിക്കുന്നു, പോകുന്നു, ആരും ഇത് നോക്കാറില്ല. അപ്പോൾ ഇവർ സെറ്റിങ്സ് ആണ് ഈ പെട്രോൾ പമ്പ് എന്നുള്ള കാര്യം മൊത്തത്തിൽ, ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ സെറ്റിങ്സ് ആണെന്നറിയാം. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പോലും താങ്ങാൻ പറ്റാത്ത അതിയായ വില നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പോയിന്റുകൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചുള്ള ചീറ്റിംഗ് നടക്കുന്ന. 200 രൂപ കൊടുത്ത് സ്കൂട്ടറിലേക്ക് പെട്രോൾ അടിക്കാൻ നേരത്തെ സ്കൂട്ടർ തുറന്ന് കുപ്പിയിൽ അടിച്ചിട്ട് ബാലൻസ് ഇതിലേക്ക് അടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പം സ്കൂട്ടറിലെ ഈ കുപ്പിയിൽ അടിച്ച് നോക്കിയപ്പോൾ 153 രൂപ 18 പൈസ ഇതിനകത്ത് റീഡിങ് കാണിക്കുന്നത്. 1 ലിറ്റർ 45 പോയിന്റ് എണ്ണ കിട്ടിയതായിട്ടാണ് കാണിക്കുന്നത്. ആകെ കിട്ടിയ എണ്ണ ഇതാണ്, 1 ലിറ്റർ പോലും ഇല്ല. ഇതിപ്പം വണ്ടിയിൽ അടിച്ചു പോകുന്ന ഒരുപാട് പേര് ഇതിനകത്ത് അകപ്പെട്ടു പോകുന്നുണ്ട്. വഴിയിൽ വണ്ടി കിടക്കുന്നു, വണ്ടി കുറ്റപ്പെടുത്തും, മൈലേജ് ഇല്ല എന്ന രീതിയിൽ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്തപ്പം ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടി ആ ചോദ്യം ചെയ്ത വ്യക്തിയെ ക്രൂരമായി ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. വന്ന സമയത്ത് കാര്യം ചോദിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഉദ്യോഗസ്ഥരടുത്ത് അവർ പറയുന്നത് ഇത് കറക്റ്റാണ്, ഞങ്ങൾ അടിച്ചപ്പോൾ ഇത്രയും രൂപയാണ് കാണിക്കുന്നത്, പക്ഷേ ഇതിനകത്തൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ഈ മിഷ്യൻ കംപ്ലയിൻ്റ് ആണെന്ന്. അന്നേരം ഇവർ എയറിൻ്റെ ആണ് ഇങ്ങനൊരു സംഭവം. അപ്പോൾ ഇത് ഇത്തരം സംരംഭം വന്ന സമയത്താണ് ഇതിന് കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റും ഇല്ല, ചോദ്യം ചെയ്യലുമില്ല, ഒന്നുമില്ല. പരാതി കൊടുത്തു, പോലീസുകാർ വന്ന് പരാതി എത്തിയിട്ടുണ്ട്. അവർക്ക് പരാതി കൊടുത്ത് പോലീസുകാർ പറഞ്ഞത് ഒരുപാട് പേര് പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് പാവത്തുങ്ങൾ ഇതുപോലെ എണ്ണ അടിച്ച് വഴി കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ട് ഇത് നിങ്ങൾ പരാതി കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അറിഞ്ഞ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഇരുവരും സി ആയിട്ട് ബന്ധപ്പെട്ടു. സി എ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം പരാതി കൊടുക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിങ്ങളെയൊക്കെ വിളിച്ചെന്ന് അറിയിച്ചത്. അപ്പം ഇത് 1 ലിറ്റർ എണ്ണയ്ക്ക് ഇവിടെ നിലവിൽ ഇപ്പോൾ കൊടുക്കേണ്ടത് 153 രൂപ 18 പൈസയാണ് ഒരു കുപ്പിക്കകത്ത്. അപ്പോൾ സാധാരണക്കാരനെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കാണ്. സാധാരണക്കാരെ ഒരുപാട് പേര് ഇവിടെ നിന്ന് എണ്ണയടിക്കുന്നതാണ്. ഈ ചൂഷണത്തിനെതിരെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഈ സി എ ഒക്കെ വിളിച്ച് നിങ്ങളെ പത്രക്കാരെയും ദൃശ്യമാധ്യമങ്ങളെ വിളിച്ച് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്.